നമസ്കാരം. അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായ ലോസ് ഏഞ്ചൽസിൽ മലയാളി വംശീയായ നിത്യ വി രാമന് മേയർ പദവിയിലേക്കുള്ള കടുത്ത പോരാട്ടത്തിൽ ചരിത്രപരമായ മുന്നേറ്റം. ഹോളിവുഡിന്റെ ആസ്ഥാനമായ ലോസ് ഏഞ്ചൽസിൽ നടന്ന പ്രൈമറി തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ പ്രശസ്ത റിയാലിറ്റി TV താരവും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ സ്പെൻസർ പ്രാറ്റിനെ അട്ടിമറിച്ച് നിത്യരാമൻ രണ്ടാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തി. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ സ്പെൻസർ പ്രാറ്റ് ആയിരുന്നു രണ്ടാം സ്ഥാനത്ത് മുന്നേറിയിരുന്നതെങ്കിലും ഞായറാഴ്ച രാത്രി പുറത്തു വന്ന ഏറ്റവും പുതിയ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രകാരം 5000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നിത്യരാമൻ അദ്ദേഹത്തെ പിന്നിലാക്കുകയായിരുന്നു. ഇതോടെ വരാനിരിക്കുന്ന നവംബർ 3 അന്തിമ റൺ ഓഫ് തിരഞ്ഞെടുപ്പിൽ നിലവിലെ മേയറും പ്രമുഖ ഡെമോക്രാറ്റിക് നേതാവുമായ കാരൻ ബാസുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ നിത്യരാമൻ യോഗ്യത നേടിയിരിക്കുകയാണ്. കേരളത്തിൽ ജനിച്ച ഒരു ഇന്ത്യൻ വംശജ ലോസ് ഏഞ്ചൽസിന്റെ മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യത നേടുന്നത് ഇതാദ്യമായാണ്. നിലവിൽ ലോസ് ഏഞ്ചൽസ് സിറ്റി കൗൺസിലിലെ ഡിസ്ട്രിക്ട് 4 നിന്നുള്ള അംഗമായി 2020 മുതൽ സേവനമനുഷ്ഠിക്കുകയാണ് നിത്യരാമൻ. 1981 കേരളത്തിലെ ഒരു തമിഴ് കുടുംബത്തിലാണ് നിത്യ ജനിച്ചത്. 6-ാം വയസ്സിൽ കുടുംബത്തോടൊപ്പം അമേരിക്കയിലെ ലുസിയാനയിലേക്ക് കുടിയേറുകയായിരുന്നു. തുടർന്ന് ഹാർവാർഡ് സർവകലാശാലയിൽ നിന്ന് പൊളിറ്റിക്കൽ തിയറിയിൽ ബിരുദവും വിഖ്യാതമായ മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് അർബൻ പ്ലാനിംഗിൽ ബിരുദാനന്തര ബിരുദവും സ്വന്തമാക്കി. 2 കുട്ടികളുടെ അമ്മയായ നിത്യ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്കയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രോഗ്രസീവ് ഡെമോക്രാറ്റാണ്. 2020 യാതൊരുവിധ രാഷ്ട്രീയ പാരമ്പര്യവുമില്ലാതെ ഒരു ഔട്ട്സൈഡറായി വന്ന് ലോസ് ഏഞ്ചൽസ് സിറ്റി കൗൺസിലിലേക്ക് വിജയിച്ചു കയറിയ നിത്യയുടെ രാഷ്ട്രീയ പ്രവേശനം അന്ന് വലിയൊരു രാഷ്ട്രീയ ഭൂകമ്പമെന്നാണ് വിലയിരുത്തപ്പെട്ടത്. ലോസ് ഏഞ്ചൽസ് സിറ്റി കൗൺസിലിലെത്തുന്ന ആദ്യ ഏഷ്യൻ അമേരിക്കൻ വനിതയും ആദ്യ ദക്ഷിണേഷ്യൻ പ്രതിനിധിയുമാണ് അവർ. ലോസ് ഏഞ്ചൽസ് കൗണ്ടി രജിസ്ട്രാർ ഓഫീസ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ആകെ വോട്ടുകളുടെ 83% എണ്ണിക്കഴിഞ്ഞപ്പോൾ നിലവിലെ മേയറായ കാരൻ ബാസ് 34.7% വോട്ടുകളുടെ 1-ാം സ്ഥാനത്ത് തുടരുകയാണ്. 27.1% വോട്ടുകൾ നേടിയാണ് നിത്യരാമൻ 2-ാം സ്ഥാനത്തേക്ക് ഉയർന്നത്. പസഫിക് പാലിസെഡ്സിലെ ലാവ്ലിൻ കാട്ടുതീയിൽ വീട് നഷ്ടപ്പെട്ടവരുടെ പ്രതിഷേധങ്ങൾ വോട്ടാക്കി മാറ്റിയ സ്പെൻസർ പ്രാറ്റ് 26.7% വോട്ടുകളുമായി 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. അമേരിക്കൻ തിരഞ്ഞെടുപ്പ് നിയമപ്രകാരം പ്രൈമറിയിൽ 50%-ലധികം വോട്ട് ആർക്കും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച ആദ്യത്തെ 2 സ്ഥാനാർത്ഥികൾ നവംബറിലെ ഫൈനൽ റൺ ഓഫിലേക്ക് യോഗ്യത നേടുന്നത്. ലോസ് ഏഞ്ചൽസിൽ മെയിൽ ഇൻ ബാലറ്റുകൾ അഥവാ തപാൽ വോട്ടുകൾ വഴിയാണ് ഭൂരിഭാഗം പേരും വോട്ട് ചെയ്യുന്നത് എന്നതിനാൽ വോട്ടെണ്ണൽ പ്രക്രിയ സങ്കീർണമാണ്. ജൂൺ 9 വരെ പോസ്റ്റ് മാർക്ക് ചെയ്ത ബാലറ്റുകൾ സ്വീകരിക്കുമെന്നതിനാൽ വരും ദിവസങ്ങളിൽ ലീഡ് നിലയിൽ നേരിയ വ്യത്യാസങ്ങൾ വന്നേക്കാമെങ്കിലും നിത്യരാമൻ ഫൈനൽ റൺ ഓഫിലേക്ക് മുന്നേറുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഈ വലിയ മുന്നേറ്റത്തിൽ വോട്ടർമാർക്കും ക്യാമ്പയിൻ പ്രവർത്തകർക്കും നിത്യരാമൻ നന്ദി അറിയിച്ചു. അതേസമയം പരാജയ ഭീതിയിലായ സ്പെൻസർ പ്രാറ്റ് തെളിവുകളൊന്നുമില്ലാതെ ഭവനരഹിതരുടെ പേരിൽ വ്യാജ വോട്ടുകൾ നടന്നതായി സോഷ്യൽ മീഡിയയിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. മുൻപ് മേയർ കാരൻ ബാസിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന നിത്യരാമൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന നിമിഷങ്ങളിലാണ് അപ്രതീക്ഷിതമായി മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. നഗരത്തിലെ ഭവനരഹിതരുടെ പുനരധിവാസം, കുറഞ്ഞ ചെലവിലുള്ള ഭവന നിർമ്മാണം, റോഡുകളുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും നവീകരണം എന്നിവയാണ് നിത്യരാമൻ പ്രധാനമായും തന്റെ ക്യാമ്പയിനിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ഇതിനൊപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും പുതിയ സാങ്കേതിക വിദ്യകളുടെയും കടന്നുകയറ്റം മൂലം കടുത്ത വെല്ലുവിളികൾ നേരിടുന്ന ഹോളിവുഡ് സിനിമാ വ്യവസായത്തെയും അതിലെ തൊഴിലാളികളെയും സംരക്ഷിക്കുമെന്നും അവർ വാഗ്ദാനം ചെയ്യുന്നു. നവംബറിലെ തെരഞ്ഞെടുപ്പിൽ നിലവിലെ മേയർ കാരൻ ബാസിനാണ് പല സർവേകളും 5% മുൻതൂക്കം പ്രവചിക്കുന്നതെങ്കിലും യുവാക്കളുടെയും കടുത്ത പുരോഗമനവാദികളുടെയും ശക്തമായ പിന്തുണയുള്ളതിനാൽ നിത്യരാമന് വലിയ അട്ടിമറി വിജയം നേടാനാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. സ്കൂളുകൾക്ക് സമീപം ഭവനരഹിതരുടെ താവളങ്ങൾ അനുവദിക്കുന്നതിനെ പിന്തുണയ്ക്കുന്ന നിത്യയുടെ നയങ്ങൾക്കെതിരെയും കൂടുതൽ പോലീസുകാരെ നിയമിക്കുന്നതിനെ എതിർക്കുന്നതിനെതിരെയും കാരൻ ബാസിന്റെ ക്യാമ്പയിൻ ടീം ഇതിനകം തന്നെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ചു തുടങ്ങിയിട്ടുണ്ട്. നവംബറിൽ നടക്കുന്ന വോട്ടെടുപ്പിൽ വിജയിക്കാനായാൽ ലോസ് ഏഞ്ചൽസ് നഗരത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഇന്ത്യൻ വംശീയായ വനിതാ മേയർ എന്ന റെക്കോർഡ് മലയാളി മണ്ണിൽ വേരുകളുള്ള നിത്യരാമന് സ്വന്തമാകും.